എല്ലാവർക്കും നമ്മുടെ ഒരു പുതിയ വീഡിയോയിലോട്ട് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ റെസിപ്പി എന്ന് പറയുന്നത് വീട്ടിലെ കുറച്ച് ചേരുവകൾ വെച്ചിട്ട് നമുക്ക് വെറൈറ്റി ആയിട്ട് റെഡിയാക്കി എടുക്കാൻ പറ്റിയ ഒരു അടിപൊളി ടീ ടൈം സ്നാക്കാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് കണ്ടു നോക്കിയിട്ട് ട്രൈ ചെയ്ത് നോക്കുക. ചൂടുള്ള കട്ടൻ ചായയൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്കിതൊരെണ്ണം മതി വയറ് നിറയാൻ വേണ്ടിയിട്ട്. അത്രയ്ക്ക് ടേസ്റ്റാണ് കേട്ടോ ഇത് കഴിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ കണ്ടു നോക്കിയിട്ട് ട്രൈ ചെയ്ത് നോക്കുന്ന സമയത്ത് ഉറപ്പായിട്ടും ഫീഡ്ബാക്ക് അറിയിക്കുക. പിന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് ഈ ഒരു റെസിപ്പി ഇഷ്ടപ്പെട്ടാൽ വീഡിയോ ലൈക്ക് ചെയ്യേണ്ട കാര്യവും മറക്കരുത് കേട്ടോ. പിന്നെ പുതുതായിട്ട് നമ്മുടെ ചാനൽ ആരെങ്കിലും കാണുകയാണെന്നുണ്ടെങ്കിൽ താഴെ കാണുന്ന റെഡ് കളറിലെ സബ്സ്ക്രൈബ് ബട്ടണും കൂടി ഒന്ന് പ്രസ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ ഈ ഒരു സ്നാക്ക്, വെറൈറ്റി ആയിട്ടുള്ള ഈ ഒരു സ്നാക്ക് എങ്ങനെ തയ്യാറാക്കുന്നതെന്ന് ഒന്ന് കണ്ടു നോക്കാം. നമുക്ക് ആദ്യം തന്നെ ഈ ഒരു സ്നാക്കിന് ആവശ്യമായിട്ടുള്ള മാവ് ഒന്ന് കുഴച്ചിട്ടെടുക്കണം കേട്ടോ. അപ്പോൾ അതിനായിട്ട് ഇതുപോലുള്ളൊരു ഗ്ലാസ്സിൽ 1 ഗ്ലാസോളം വരുന്ന മൈദയാണ് കേട്ടോ ഞാൻ എടുത്തിട്ടുള്ളത്. അപ്പോൾ മൈദയ്ക്ക് പകരമായിട്ട് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഗോതമ്പ് പൊടി എടുക്കാം. പക്ഷേ എപ്പോഴും ശ്രദ്ധിക്കുക, ഇതുപോലുള്ളൊരു സ്നാക്കൊക്കെ ചെയ്യുന്ന സമയത്ത് നമ്മൾ മൈദ വെച്ചിട്ട് ചെയ്യുമ്പോൾ തന്നെ ആയിരിക്കും കൂടുതൽ ടേസ്റ്റ് ഉണ്ടാവുക. ഇനി ഈ ഒരു പൊടിക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് നമുക്ക് ഈ ഒരു സമയത്ത് ഇതിലോട്ട് അങ്ങോട്ട് ചേർത്തെടുക്കാം. ഇനി നമ്മളിത് കുഴച്ചെടുക്കുന്ന സമയത്ത് പൊടി നന്നായിട്ട് സോഫ്റ്റായിട്ട് കിട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് ഓയിലും കൂടി, അതായത് ഒരു 1-2 ടേബിൾ സ്പൂൺ വരുന്ന ഓയിലും കൂടി നമുക്ക് ഇതിലോട്ട് അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതെല്ലാം കൂടി കൈവച്ചിട്ട് നമുക്ക് നന്നായിട്ട് ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്തിട്ടെടുക്കാം. വെള്ളം നമ്മൾ ഒഴിച്ചിട്ട് മിക്സ് ചെയ്യുന്നതിന് മുന്നേ, കുഴച്ചെടുക്കുന്നതിന് മുന്നേ ഇതുപോലെ കൈ വെച്ചിട്ട് നന്നായിട്ട് ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ചേർത്ത് കൊടുത്തിട്ടുള്ള ആ ഒരു ഉപ്പും ഓയിലൊക്കെ ഈ ഒരു പൊടിയുടെ എല്ലാ ഭാഗത്തും നന്നായിട്ട് അങ്ങോട്ട് എത്തുന്നതായിരിക്കും. ഇനി ഈ ഒരു പൊടിയിലോട്ട് കുറച്ചായിട്ട് വെള്ളം ചേർത്ത് കൊടുത്തിട്ട് ഇത് നമുക്ക് നന്നായിട്ടൊന്ന് കുഴച്ചിട്ടെടുക്കാം. അപ്പോൾ കുഴച്ചെടുക്കുന്ന സമയത്ത് ശ്രദ്ധിക്കുക, ഇതിലോട്ട് ഒഴിക്കുന്ന വെള്ളം എന്ന് പറയുന്നത് ഇളം ചൂടുള്ള വെള്ളമാണ് കേട്ടോ. ഒരുപാട് ചൂടുണ്ടാകാൻ പാടില്ല, നമുക്ക് കൈയൊക്കെ കുത്താൻ പാകത്തിലുള്ള ആ ഒരു ചൂട് മാത്രം. അപ്പോൾ കുറച്ചായിട്ട് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് നമുക്ക് ചപ്പാത്തി മാവൊക്കെ കുഴച്ചെടുക്കുന്ന ആ ഒരു പരുവത്തിൽ ഇതുപോലെ നന്നായിട്ട് അങ്ങോട്ട് സോഫ്റ്റായിട്ട് കുഴച്ചിട്ടെടുക്കാം. അപ്പോൾ ഈ ഒരു മാവ് നല്ല സോഫ്റ്റായിട്ട് ഇതുപോലെ ഞാനൊന്ന് കുഴച്ചെടുത്തിട്ടുണ്ട്. ഈ ഒരു രീതിയിൽ നല്ല സോഫ്റ്റായിട്ട് കുഴച്ചെടുക്കുക കേട്ടോ. പിന്നെ കുഴച്ചെടുക്കുന്ന സമയത്ത് കയ്യിൽ ഒട്ടിപ്പിടിക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ കയ്യിൽ കുറച്ച് ഓയിലോ അല്ലാന്നുണ്ടെങ്കിൽ വെളിച്ചെണ്ണോ നന്നായിട്ടൊന്ന് തടവി കൊടുത്തതിന് ശേഷം സോഫ്റ്റായിട്ട് കുഴച്ചെടുക്കുക കേട്ടോ. ഇനി ഒരു മാവ് ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കുന്നതിന് മുന്നേ ഈ ഒരു മാവിലോട്ട് കുറച്ച് ഓയിൽ നമുക്കൊന്ന് തൂത്ത് കൊടുക്കാം. റെസ്റ്റ് ചെയ്യാൻ വയ്ക്കുന്ന ആ ഒരു സമയം കൊണ്ട് നമ്മുടെ മാവ് ഒട്ടും ഡ്രൈ ആവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇതുപോലെ നമ്മൾ ഓയിലൊന്ന് ഗ്രീസ് ചെയ്ത് കൊടുക്കുന്നത്. ഇനി മസാല റെഡിയാക്കുന്ന ആ ഒരു സമയം മതി നമുക്കിത് റെസ്റ്റ് ചെയ്യാൻ വെക്കാൻ വേണ്ടിയിട്ട് കേട്ടോ. അപ്പോൾ ഇത് നന്നായിട്ട് അടച്ചു വെച്ചിട്ട് ഇത് നമുക്കങ്ങ് മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് ഈ ഒരു സ്നാക്കിന് ആവശ്യമായിട്ടുള്ള മസാല ഒന്ന് റെഡിയാക്കി എടുക്കാം കേട്ടോ. അപ്പോൾ അതിനായിട്ട് ഇതൊരു പാനിൽ ഓയിൽ ഒന്ന് ചൂടാകുന്ന സമയത്ത് ഒരു വലിയ സവാള ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് നമുക്കിതിലോട്ട് ചേർത്ത് കൊടുക്കാം. അതിൻ്റെ കൂടെ തന്നെ 2 പച്ചമുളക് ചെറുതായിട്ട് കട്ട് ചെയ്തിട്ടും കൂടി നമുക്കിതിലോട്ട് അങ്ങോട്ട് ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇനി ഈ ഒരു സവാള വാടിക്കിട്ടാൻ ആവശ്യമായിട്ടുള്ള ഒരു നുള്ളു ഉപ്പും കൂടി ഞാൻ ഈ ഒരു സമയത്ത് ഇതിലോട്ട് അങ്ങോട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനി ഇതെല്ലാം കൂടി നമുക്ക് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ആ ഒരു സവാളയുടെ കളറൊക്കെ കറക്റ്റായിട്ടൊന്ന് മാറി വരട്ടെ. സവാളയുടെ കളറ് അത്യാവശ്യം ഇതുപോലെ ഒന്ന് മാറി വരുന്ന സമയത്ത് ഇതിലോട്ട് 1 ടീസ്പൂൺ അളവിൽ ഇഞ്ചി വെളുത്തുള്ളി ജസ്റ്റ് ഒന്ന് ചതച്ചെടുത്തത് നമുക്കിതിലോട്ട് ചേർത്ത് കൊടുക്കാം കേട്ടോ. സവാളയൊക്കെ കറക്റ്റ് ഇതുപോലെ ഒന്ന് വാടി വരുന്ന സമയത്ത് ഇതിലോട്ട് നമുക്കിനി ഈ മസാലയ്ക്ക് ആവശ്യമായിട്ടുള്ള പൊടികൾ ഇട്ടെടുക്കാം. അപ്പോൾ അതിനായിട്ട് ഇത് ഒരു 1/4 ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടി, അതേപോലെ ഒരു 3/4 ടീസ്പൂൺ അളവിൽ നല്ല എരിവുള്ള മുളക് പൊടി, പിന്നെ ഒരു 1/4 ടീസ്പൂൺ അളവിൽ ഗരം മസാല നമുക്കിതിലോട്ട് ചേർത്ത് കൊടുക്കാം. അതേപോലെ ഒരു 1/4 ടീസ്പൂൺ അളവിൽ കുരുമുളക് പൊടി, പിന്നെ 1 ടീസ്പൂൺ അളവിൽ മീറ്റ് മസാല, അല്ലാന്നുണ്ടെങ്കിൽ ചിക്കൻ മസാല ആയാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. അതും കൂടി നമുക്ക് ഇതിലോട്ട് അങ്ങോട്ട് ചേർത്ത് കൊടുക്കാം. ഇനി ഇതെല്ലാം കൂടി ഇതുപോലെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. അപ്പോൾ ഈ ഒരു സമയത്തൊക്കെ തീ എന്ന് പറയുന്നത് ഏറ്റവും ലോ ഫ്ലെയിമിൽ ഇട്ടോളൂ കേട്ടോ, അല്ലാന്നുണ്ടെങ്കിൽ ഈ പൊടികൾ പെട്ടെന്ന് അങ്ങോട്ട് കരിഞ്ഞു പോകും. എന്നിട്ട് നന്നായിട്ട് അങ്ങോട്ട് വഴറ്റിയെടുക്കുക. നമ്മൾ ഇട്ട് കൊടുത്തിട്ടുള്ള ഒരു പൊടികളുടെ പച്ചമണം കംപ്ലീറ്റ് ആയിട്ട് അങ്ങോട്ട് മാറിക്കോട്ടെ. പൊടികളുടെ പച്ചമുളക് ഇതുപോലെ ഒന്ന് മാറി വരുന്ന സമയത്ത് ഈ ഒരു മസാലയെല്ലാം കൂടി നമുക്ക് ഇതുപോലെ ഒരു പാനിൻ്റെ സൈഡിലോട്ട് അങ്ങോട്ട് മാറ്റി കൊടുക്കാം കേട്ടോ. ഈ ഒരു സൈഡിൽ ഇതുപോലെ അങ്ങോട്ട് ഒതുക്കി വെച്ചാൽ മതി. എന്നിട്ട് ഈ ഒരു പാനിലോട്ട് കുറച്ച് ഓയിലും കൂടി നമുക്കൊന്ന് ഇതുപോലെ അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കാം. ആ ഒരു ഓയിൽ നന്നായിട്ടൊന്ന് ചൂടാകുന്ന സമയത്ത് 2 കോഴിമുട്ട ഇതുപോലെ ഞാൻ ഇതിലോട്ട് അങ്ങോട്ട് പൊട്ടിച്ചൊഴിച്ച് കൊടുക്കുകയാണ്. ഇതിലോട്ട് തന്നെ കുറച്ച് കുരുമുളകും അതേപോലെ ഉപ്പും ഇട്ടിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ. നമ്മൾ ആ ഒരു മുട്ട ഒന്ന് സ്ക്രാമ്പിൾ ചെയ്ത് എടുക്കുകയല്ലോ, ആ ഒരു രീതിയിൽ ഇതുപോലെ അങ്ങോട്ട് ചെയ്ത് കൊടുക്കാം.
മുട്ട ഇതുപോലെ നന്നായിട്ട് ഒന്ന് ഡ്രൈ ആയെന്ന് കഴിഞ്ഞാൽ ഇതെല്ലാം കൂടി നമുക്ക് മസാലയായിട്ട് നന്നായിട്ട് ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇത് ഈ ഒരു രീതിയിലാണ് നമ്മൾ ഇതിനാവശ്യമായിട്ടുള്ള ഫില്ലിങ്സ് ഒന്ന് റെഡിയാക്കി എടുക്കുന്നത്. അപ്പോൾ അവസാനമായിട്ട് ഇതിലോട്ട് കുറച്ച് ഗരം മസാലയും അതിനാവശ്യമായിട്ടുള്ള ഉപ്പും ഇട്ടിട്ട് നന്നായിട്ട് ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്തിട്ടെടുക്കാം. ഇനി ലാസ്റ്റ് സ്റ്റൗ ഓഫ് ചെയ്തതിന് തൊട്ട് മുന്നേ ഇതിലോട്ട് കുറച്ച് മല്ലിയിലയും കൂടി ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. മല്ലിയില ഇട്ട് കൊടുക്കുന്ന സമയത്ത് ഇവരുടെ മസാലയ്ക്ക് നല്ലൊരു ഫ്ലേവറും നല്ലൊരു മണമൊക്കെ ആയിരിക്കും. അപ്പോൾ മല്ലിയിലയും കൂടി ഇട്ട് കൊടുത്തിട്ട് നമുക്ക് സ്റ്റൗ അങ്ങ് ഓഫ് ചെയ്തിട്ട് കൊടുക്കാം. അപ്പോൾ ഇത് നമ്മുടെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള മസാല ഫില്ലിങ്സ് ഇവിടെ റെഡി ആയി കഴിഞ്ഞു. ഇതൊന്ന് ചൂടാറാൻ വേണ്ടിയിട്ട് നമുക്കങ്ങ് മാറ്റി വയ്ക്കാം. അപ്പോൾ ഇത് ആ ഒരു സമയം കൊണ്ട് നമ്മുടെ കുഴച്ച് വെച്ചിട്ടുള്ള ആ ഒരു മാവൊക്കെ നല്ല സോഫ്റ്റായിട്ട് മാറിയിട്ടുണ്ട് കേട്ടോ. ഈ ഒരു മാവ് എന്ന് പറയുന്നത് ഒരുപാട് സമയമൊന്നും നമ്മൾ റെസ്റ്റ് ചെയ്യാൻ വെക്കേണ്ട ആവശ്യമില്ല. ജസ്റ്റ് ഒരു 10-15 മിനിറ്റ് ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെച്ചാൽ മാത്രം മതി. ഇനി ഒരു മാവിൽ നിന്നും പകുതി മാവ് നമുക്ക് എടുത്തിട്ട് ബാക്കിയുള്ള മാവ് നന്നായിട്ട് ഇതുപോലെ അങ്ങോട്ട് അടച്ചു വെച്ചിട്ട് നമുക്കങ്ങ് മാറ്റി വയ്ക്കാം. ഇനി ഇത് ഈ ഒരു മാവ് നമുക്കൊന്ന് പരത്തിയിട്ട് എടുക്കാം കേട്ടോ. പരത്തിയെടുക്കുന്നതിന് മുന്നേ മാവ് ഈ ഒരു കൗണ്ടർ ടോപ്പിലോ ടേബിൾ മേലോ ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് മൈദ ഇതുപോലെ ഒന്ന് തൂക്കി കൊടുത്തതിന് ശേഷം ഇത് നമ്മൾ എടുത്ത് വെച്ചിട്ടുള്ള മാവ് നമുക്കൊരു ചപ്പാത്തി കോല് വെച്ചിട്ട് ഇതുപോലെ അങ്ങോട്ട് പരത്തിയിട്ടെടുക്കാം. പരത്തിയെടുക്കുന്ന സമയത്ത് ഒരുപാട് അങ്ങോട്ട് നൈസായിട്ട് പരത്തിയെടുക്കണ്ട, ഇച്ചിരി ഒന്ന് കട്ടിക്കട്ടെ. ഒരുപാട് കട്ടിയായി പോകരുത്. കറക്റ്റ് ഇത് ഒരു റൗണ്ട് ഷേപ്പിൽ പരത്തിയെടുക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കണേ. ഇനി പരത്തിയെടുത്തിട്ടുള്ള ഈ ഒരു മാവിന് കറക്റ്റ് ഒരു റൗണ്ട് ഷേപ്പ് കിട്ടാൻ വേണ്ടിയിട്ട് ഇതുപോലുള്ളൊരു പാത്രത്തിൽ വെച്ചിട്ട് ഞാൻ ഈ ഒരു മാവ് ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്തിട്ട് എടുക്കാൻ കേട്ടോ. ഇത് നിർബന്ധമുള്ള കാര്യമൊന്നുമില്ല. കറക്റ്റ് ആ ഒരു റൗണ്ട് ഷേപ്പ് കിട്ടണമെന്നുണ്ടെങ്കിൽ ഇതുപോലെ പാത്രം വെച്ചിട്ടൊന്ന് കട്ട് ചെയ്തെടുത്താൽ മതി. ഇനി നമുക്ക് ഈ ഒരു മാവ് കത്തി വെച്ചിട്ട് ഈ ഒരു രീതിയിൽ ട്രയാങ്കിൾ ഷേപ്പിൽ ഇതുപോലെ അങ്ങോട്ട് കട്ട് ചെയ്തിട്ട് എടുക്കാം കേട്ടോ. ഈ ഒരു വീഡിയോയിൽ കാണുന്ന പോലെ ഈ ഒരു രീതിയിൽ അങ്ങോട്ട് കട്ട് ചെയ്തെടുത്താൽ മതി. ഇനി നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ഓരോ പീസിൻ്റെ അറ്റത്തായിട്ടും ഇതുപോലെ നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള ആ ഒരു ഫില്ലിങ്സ് ഇത് ഈ ഒരു അളവിൽ വെച്ച് കൊടുക്കാം കേട്ടോ. ഫില്ലിങ്സ് വെച്ചെടുക്കുന്ന സമയത്ത് ഒരുപാട് അങ്ങോട്ട് കൂടി പോകണ്ട. ഓരോ അറ്റത്തും ഈ ഒരു അളവിൽ മാത്രം ഫില്ലിങ്സ് വെച്ച് കൊടുത്താൽ മതി. ഇതേപോലെ ഫില്ലിങ്സ് എല്ലാ പീസിലും വെച്ച് കൊടുത്തെന്ന് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഇതിലോട്ട് ചേർത്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് പോകുന്നത് ടൊമാറ്റോ കെച്ചപ്പാണ് കേട്ടോ. ടൊമാറ്റോ കെച്ചപ്പ് ഒരുപാടൊന്നും വേണ്ട. ഇതിൻ്റെ ഈ ഒരു ഫില്ലിങ്സിൻ്റെ മുകളിലോട്ടായിട്ട് ഒരു ഡ്രോപ്പ് അത്ര മാത്രം മതി കേട്ടോ. ഒരുപാടായി കഴിഞ്ഞാൽ നമുക്കിത് റോൾ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ബുദ്ധിമുട്ടായിരിക്കും. അതുകൊണ്ട് ഈ ഒരു ഫില്ലിങ്സിൻ്റെ മുകളിലോട്ടായിട്ട് ഒരൊറ്റ ഡ്രോപ്പ് ടൊമാറ്റോ കെച്ചപ്പ് ഒരു ടേസ്റ്റിന് വേണ്ടിയിട്ട് മാത്രം ഇതുപോലെ അങ്ങോട്ട് വെച്ച് കൊടുക്കാം. ഇനി ഇതേ ഓരോ പീസിൻ്റെ അറ്റത്തായിട്ടും ഇതുപോലെ നെയ്യ് ഞാൻ ഒന്ന് ഗ്രീസ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. നെയ്യ് അല്ലാന്നുണ്ടെങ്കിൽ ഓയിലായാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. പക്ഷേ നെയ്യ് ചേർക്കുന്ന സമയത്തായിരിക്കും നമ്മുടെ സ്നാക്കിന് കൂടുതൽ ടേസ്റ്റ് ഉണ്ടാവുക. ഇനി എല്ലാ ഭാഗത്തും ഇതുപോലെ ഒന്ന് ഓയിലോ അല്ലാന്നുണ്ടെങ്കിൽ ഗീ ഒന്ന് ഗ്രീസ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്ക് ഓരോ പീസായിട്ട് ഒന്ന് റോൾ ചെയ്തിട്ടെടുക്കാം. ആദ്യത്തെ പീസ് ഇതുപോലെ ഒന്ന് റോൾ ചെയ്തെടുത്തെന്ന് കഴിഞ്ഞാൽ കറക്റ്റായിട്ട് നന്നായിട്ട് ഇതുപോലെ അങ്ങോട്ട് ഒട്ടിച്ച് കൊടുക്കുക. എന്നിട്ട് ബാക്കിയുള്ളത് ഇതുപോലെ അങ്ങോട്ട് റോൾ ചെയ്തിട്ടെടുക്കുക കേട്ടോ. എളുപ്പമാണ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. ആദ്യത്തെ ഒരു പീസ് ചെറുതായിട്ടൊന്ന് ബുദ്ധിമുട്ടുണ്ടാവും. ഫില്ലിങ്സൊക്കെ പുറത്ത് പോകുന്ന ആ ഒരു രീതിയിലുണ്ടാവും. പക്ഷേ ഓരോന്നോരോന്നായിട്ട് ചെയ്ത് വരുന്ന സമയത്ത് നമുക്കത് സിമ്പിളായിട്ട് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും കേട്ടോ. ഒരൊറ്റ കാര്യം ഒന്ന് ശ്രദ്ധിച്ചാൽ മതി. ആദ്യത്തെ പീസ് ഒന്ന് റോൾ ചെയ്തെന്ന് കഴിഞ്ഞാൽ കറക്റ്റായിട്ട് സെക്യൂറായിട്ട് ഒന്ന് ഒട്ടിച്ചു കൊടുക്കുക. അതിനുശേഷം ബാക്കിയുള്ളത് കറക്റ്റായിട്ടൊന്ന് റോൾ ചെയ്ത് കൊണ്ടുവരും കേട്ടോ. പിന്നെ ഫില്ലിങ്സ് പുറത്ത് പോകാതിരിക്കാൻ വേണ്ടിയിട്ടും ശ്രദ്ധിക്കണം. അതേപോലെ രണ്ട് സൈഡും നന്നായിട്ട് നല്ല സെക്യൂറായിട്ട് ഇതുപോലെ അങ്ങോട്ട് ഒട്ടിച്ചു കൊടുക്കാം. അപ്പോൾ ഇത് ഈ ഒരു രീതിയിൽ എല്ലാ പീസും ഇതുപോലെ നമുക്ക് നന്നായിട്ട് റോൾ ചെയ്തിട്ടൊന്ന് എടുക്കാം. ഈ ഒരു സ്നാക്ക് നമുക്ക് രണ്ട് രീതിയിൽ ചെയ്തിട്ടെടുക്കാം കേട്ടോ. അപ്പോൾ ആദ്യത്തെ രീതി ഓൾറെഡി ഞാൻ നിങ്ങൾക്ക് വീഡിയോയിൽ കാണിച്ചു തന്നു. ഇനി രണ്ടാമത്തെ രീതി എന്തെന്ന് വെച്ചാൽ ബാക്കിയുള്ള മൈദാ മാവ് നമുക്കൊന്ന് പരത്തിയെടുക്കണം. അതിന് മുന്നേ പൊടി ഒന്ന് തൂക്കി കൊടുത്തതിന് ശേഷം ചപ്പാത്തി കോല് വെച്ചിട്ട് തന്നെ നന്നായിട്ടൊന്ന് പരത്തിയെടുക്കാം. ഇനി നമുക്കിതൊന്ന് റെക്റ്റാങ്കിൾ ഷേപ്പിലാണ് കട്ട് ചെയ്തിട്ടെടുക്കേണ്ടത്. അപ്പോൾ കത്തി വെച്ചിട്ട് ഇതുപോലെ റെക്റ്റാങ്കിൾ ഷേപ്പിൽ ഈ ഒരു രീതിയിലൊന്ന് കട്ട് ചെയ്തിട്ടെടുക്കാം. ഇനി നമുക്ക് ഈ ഒരു മാവ് ഫില്ലിങ്സ് വെച്ചിട്ട് ഒന്ന് മടക്കിയെടുക്കണം കേട്ടോ. അപ്പോൾ ഫില്ലിങ്സ് വെക്കാനുള്ള ആ ഒരു ഗ്യാപ്പ് ഒഴിച്ചിട്ട് ബാക്കിയുള്ള മാവിൻ്റെ ഈ ഒരു അറ്റത്തിൽ കൂടി ഇതുപോലെ ഈ ഒരു രീതിയിലൊന്ന് വരഞ്ഞു കൊടുക്കാം. ഇതേപോലെ കത്തി വെച്ചിട്ട് ഒന്ന് വരഞ്ഞു കൊടുത്തതിന് ശേഷം 2 വള്ളി മാത്രം എടുത്തിട്ട് ഒരു എക്സ് ആകൃതിയിൽ ഒന്നിൻ്റെ മുകളിൽ മറ്റേതായിട്ട് ഈ ഒരു രീതിയിലൊന്ന് വെച്ചു കൊടുക്കാം. രണ്ടാമതായിട്ട് ഓരോ വള്ളി എടുത്തിട്ട് മറ്റൊരു വള്ളിയുടെ മുകളിലോട്ടായിട്ട് എക്സ് ആകൃതിയിൽ ഇതേ രീതിയിലൊന്ന് ഒട്ടിച്ച് വെച്ച് കൊടുക്കാം കേട്ടോ. ഇനി ഇതേ ഈ ഒരു മാവിൻ്റെ സെൻറ്ററിലായിട്ട് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള ഫില്ലിങ്സ് നമുക്ക് ഈ ഒരു രീതിയിൽ അങ്ങ് വെച്ച് കൊടുക്കാം.
ഫില്ലിങ്സ് ഈ ഒരു രീതിയിൽ ഒന്ന് വെച്ച് കൊടുത്തതിന് ശേഷം മൈദാമാവ് വെച്ചിട്ട് നമുക്ക് നന്നായിട്ട് ഇതൊന്ന് ഒട്ടിച്ചെടുക്കാം കേട്ടോ. ആ ഒരു മൈദയിൽ കുറച്ച് വെള്ളം ഒന്ന് മിക്സ് ചെയ്തെന്ന് കഴിഞ്ഞാൽ ഇതേ ഒരു ലിക്വിഡ് ഫോമിലാവും. അത് ഈ ഒരു 4 സൈഡിലും ഈ ഒരു രീതിയിൽ വിരൽ വെച്ചിട്ടൊന്ന് ആക്കി കൊടുക്കുക. എന്നിട്ടത് നന്നായിട്ട് ഇതുപോലെ അങ്ങോട്ട് ഒട്ടിച്ചു കൊടുക്കുക കേട്ടോ. ബാക്കി വരുന്ന ഈ ഒരു ഭാഗം നമുക്ക് കത്തി വെച്ചിട്ട് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തിട്ട് എടുക്കാം കേട്ടോ. എന്നിട്ട് എല്ലാ ഭാഗവും നന്നായിട്ട് നമ്മുടെ കൈ കൊണ്ട് തന്നെ ഈ ഒരു രീതിയിലൊന്ന് ഒട്ടിച്ചു കൊടുക്കാം. ഒട്ടിച്ചു കൊടുക്കുന്ന സമയത്ത് നല്ല സെക്യൂറായിട്ട് ഒട്ടിച്ചു കൊടുക്കണേ. അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ എണ്ണയിലോട്ട് ഇടുന്ന സമയത്ത് ഇതെല്ലാം കൂടി അങ്ങോട്ട് പൊട്ടിപ്പോകും. ഇനി ബാക്കി വരുന്ന മാവ് നമുക്ക് ഈ ഒരു രീതിയിൽ തന്നെ അങ്ങ് ചെയ്തിട്ടെടുക്കാം. ഇനി ഇത് ചൂടുള്ള എണ്ണയിലിട്ടിട്ട് 2 സൈഡും നന്നായിട്ടൊന്ന് മുരിയുന്നവരെ ഇതുപോലെ ഫ്രൈ ചെയ്തിട്ട് എടുക്കാം. അപ്പോൾ ഇതേ മുട്ട കൊണ്ടുള്ള വെറൈറ്റി ആയിട്ടുള്ള ഒരു സ്നാക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഉറപ്പായിട്ടും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. കാണുന്ന സമയത്തും അതേപോലെ കഴിക്കുന്ന സമയത്തും വ്യത്യസ്തമായിട്ടുള്ള ഒരു സ്നാക്ക് തന്നെയാണ് കേട്ടോ ഇത്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഈ ഒരു റെസിപ്പി ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. ട്രൈ ചെയ്ത് നോക്കുന്ന സമയത്ത് നിങ്ങളുടെ അഭിപ്രായങ്ങൾ മറക്കാതെ വന്ന് കമൻറ്റ് ബോക്സിൽ അറിയിക്കുക കേട്ടോ. നമ്മുടെ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യേണ്ട കാര്യവും മറന്നു പോകരുത്. പുതുതായിട്ട് നമ്മുടെ ചാനൽ ആരെങ്കിലും കാണുകയാണെന്നുണ്ടെങ്കിൽ തൊട്ട് താഴെയുള്ള റെഡ് കളറിലെ സബ്സ്ക്രൈബ് ബട്ടണും കൂടി ഒന്ന് പ്രസ് ചെയ്തിട്ട് കൂട്ടത്തിലുള്ള കുഞ്ഞു ബെല്ലൈക്കണും കൂടി എനാബിൾ ചെയ്ത് ഓൾന്ന് തന്നെ ക്ലിക്ക് ചെയ്യുക കേട്ടോ. അങ്ങനെയാവുന്ന സമയത്ത് ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് വേഗം തന്നെ വരുള്ളൂ കേട്ടോ. പിന്നെ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങളുടെ ഫാമിലിയും ഫ്രണ്ട്സൊക്കെ ആയിട്ട് വീഡിയോ ഒന്ന് ഷെയറും കൂടി ചെയ്ത് കൊടുക്കുക. അപ്പോൾ നാളെ നല്ലൊരു വീഡിയോ ആയിട്ട് കാണും വരെ താങ്ക് യു ഫോർ വാച്ചിങ് സിംനാസ് ഫുഡ് വേൾഡ്. ബൈ.